ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ബെസ്ക പിക്സ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്കമിങ് വിറ്റാര ബ്രെസയെക്കുറിച്ചാണ്. അതായത് മാരുതി സുസുക്കി വിറ്റാര ബ്രെസ നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും. ഒരു 4 സ്റ്റാർ ഗ്ലോബൽ NCAP റേറ്റഡ് സേഫ്റ്റി റേറ്റഡ് കാറാണ്. പക്ഷേ നിരാശാകരമായി പുതിയ ബ്രെസ വരുന്നത് ഹാർട്ടെക് പ്ലാറ്റ്ഫോമിലാണ്, ഹാർട്ടെക് ടെക്നോളജിയിലാണ്. സോ എന്തായാലും 4 സ്റ്റാർ റേറ്റിംഗ് ഒന്നും പുതിയ ബ്രെസയ്ക്കാരും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല, അത്രയും കിട്ടുകയില്ല. പിന്നെ ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇപ്പോൾ ഉള്ള ബ്രെസേനേക്കാളും ഏകദേശം നല്ല വ്യത്യാസമുള്ള ലുക്സ് ആയിരിക്കും ഇതിന് പുതിയ ബ്രെസയ്ക്ക്. ഇത് ആക്ച്വലി ഒരു നെക്സ്റ്റ് ജനറേഷനാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന റെപ്രസെൻറ്റേഷൻ പർപ്പസിന് മാത്രം ഉപയോഗിക്കുന്ന ഇമേജസ് ആണ്, അല്ലാതെ ഇത് റിയൽ ബ്രെസയായിട്ട് സാമ്യം ഉണ്ടാകുന്ന ഇമേജസ് ആയിരിക്കില്ല. ഇത് കമ്പനി റിവീൽ ചെയ്തിട്ടുള്ള ഇമേജസ് ഒന്നുമല്ല. സോ അതിൻ്റെ ശരിക്കുള്ള ഇമേജ് ഇതുവരെ എവിടെയും പുറത്ത് വന്നിട്ടില്ല. ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ നിലവിലുള്ള ബ്രെസയിലുള്ള ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ പുഷ് എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ, 7-inch ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ക്രൂസ് കൺട്രോൾ, സ്റ്റിയറിംഗ് മോണർ ഓഡിയോ കൺട്രോൾസ്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, എയർ കണ്ടീഷനിങ്, ഇതുപോലുള്ള ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടാവും. അതിന് പുറമെ വേറെ കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് നമുക്ക് പ്രതീക്ഷിക്കാം. ബട്ട് മാരുതി ആയതുകൊണ്ട് തന്നെ അധികം ഫീച്ചേഴ്സ് ഒന്നും ഓഫർ ചെയ്യാനുള്ള സാധ്യതയില്ല. അതിപ്പോൾ നമുക്കറിയാമല്ലോ, അവർ ഏത് കാർ അവതരിപ്പിച്ചാലും ഫീച്ചേഴ്സൊക്കെ എപ്പോഴും മിനിമലിസ്റ്റിക് ആയിരിക്കും. ഒരു ആവറേജ് നിലയിലായിരിക്കും മാരുതി ഫീച്ചേഴ്സ് ഓഫർ ചെയ്യുന്നത്. ബട്ട് മേജർ ചേഞ്ച് വരാൻ പോകുന്നത് ഇതിൻ്റെ എക്സ്റ്റീരിയറും ആൻഡ് ഇൻറ്റീരിയർ ലുക്സിലാണ്. ഇപ്പോൾ സത്യത്തിൽ ബ്രെസയുടെ കറണ്ട് ബ്രെസയുടെ ലുക്സ് കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ഫേസ് ലിഫ്റ്റ് വന്നപ്പോഴാണെങ്കിലും വെറുതെ ബമ്പറിൻ്റെ ട്രീറ്റ്മെൻറ്റ് മാറ്റി ഹെഡ് ലാംപ്സും കൂടെ മാറ്റി കഴിഞ്ഞപ്പോൾ മാരുതിക്ക് ഫേസ് ലിഫ്റ്റായി. അത് മാത്രമേ അവരാകെ ചെയ്തിട്ടുള്ളൂ. പിന്നെ റെയർ സ്കിഡ് പ്ലേറ്റ്സും റെയർ ടെയിൽ ലാംപ്സും ഒന്ന് അപ്ഗ്രേഡ് ചെയ്തു. ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം വന്ന ബ്രെസയുടെ ഫേസ് ലിഫ്റ്റ്. സോ ഈ ഫേസ് ലിഫ്റ്റിന് വലിയ വ്യത്യാസമൊന്നും കൊണ്ടുവരാത്തതുകൊണ്ട് തന്നെ ഒരു അപ്കമിങ് ജനറേഷനാണ് ബ്രെസയുടെ വരാൻ പോകുന്നത്. അതിലെന്തായാലും ലുക്സിൻ്റെ കാര്യത്തിൽ നല്ല വ്യത്യാസം ഉണ്ടാകും. ഒരു ബോക്സി ഷേപ്പ് ഡിസൈനിലായിരിക്കും ഇനി പുതിയ ബ്രെസ വരാൻ പോകുന്നത്. ഇപ്പോഴുള്ള അത്ര നല്ല ഡിസൈൻ ആയിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് അതിൻ്റെ കാരണം നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും. ഈ കഴിഞ്ഞ ദിവസമല്ല, കുറച്ച് കാലം മുമ്പ് ഇറങ്ങിയ എസ്പ്രസ്സോ ആണെങ്കിലും ഐ തിങ്ക് അതാണ് മാരുതി അവസാനമായിട്ട് ഇറക്കിയൊരു പുതിയ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അത് വേറൊരു കമ്പനി ഇറക്കിയാലും ഇത്രയും ഒന്നും സെയിൽസ് ഒരിക്കലും ലഭിക്കാൻ പോകുന്നില്ല. അതിൻ്റെ ഡിസൈൻ തന്നെ നോക്കിയാൽ തന്നെ അറിയാം. എനിക്ക് എന്തായാലും പേഴ്സണലി എസ്പ്രസ്സോയുടെ ഡിസൈൻ ഒട്ടും ഇഷ്ടമല്ല. പിന്നെ നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല. ഡിസൈൻ എന്തായാലും സബ്ജക്റ്റീവ് ആയതുകൊണ്ട് ഞാൻ എല്ലാവരെയും അത് ഇഷ്ടപ്പെടുന്നവർ കുറ്റപ്പെടുത്തുന്നില്ല കേട്ടോ. ബട്ട് എനിക്ക് തോന്നുന്നില്ല അപ്കമിങ് ബ്രെസയ്ക്കും അത്ര വളരെ അപ്പീലിംഗ് ആയിട്ടുള്ളൊരു ഡിസൈനൊക്കെ വരുന്നു. പിന്നെ ഇതുപോലൊക്കെ തന്നെയാണെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവുന്നില്ല. ഇൻറ്റീരിയർ ആണെങ്കിലും ഇപ്പോൾ കറണ്ട് ജനറേഷൻ ബ്രെസയുടെ നല്ല രീതിയിൽ ഔട്ട്ഡേറ്റഡ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഫീച്ചേഴ്സ് ആണെങ്കിലും ഒട്ടില്ലതാണ്. ആക്ച്വലി ബ്രെസ ആൻഡ് മാഗ്നൈറ്റ് ഈ 2 വാഹനങ്ങളാണ്, പിന്നെ അർബൻ ക്രൂസറും വേണമെങ്കിൽ കൂട്ടാം ഇതിൻ്റെ കോപ്പിയായിട്ട്. ഈ 3 വാഹനങ്ങളാണ് സൺറൂഫ് ഇല്ലാതെ ഇപ്പോഴും ഈ സെഗ്മെൻറ്റിൽ പിടിച്ചു നിന്ന് പോകുന്നത്. ബാക്കി എല്ലാ കാറുകൾക്കും ടോപ്പ് വേരിയൻറ്റിലാണെങ്കിൽ ടോപ്പ് വേരിയൻറ്റിൽ ഒരു സൺറൂഫ് കമ്പനികൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് സത്യം പറഞ്ഞ ആൾക്കാർ ഫീച്ചേഴ്സ് നോക്കി തന്നെയാണ് വണ്ടി വാങ്ങാൻ പോകുന്നത്. പിന്നെ ബ്രെസ ആണെങ്കിൽ ഇപ്പോൾ നിലനിന്ന് പോകുന്ന ബ്രെസയിൽ ഫീച്ചേഴ്സ് ഇല്ല, സ്പേസ് ഉണ്ട്. സ്പേസ് മാത്രമാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. സ്റ്റിയറിംഗ് ഫീൽ ആൻഡ് ഫീഡ്ബാക്ക് മോശമാണ്. എഞ്ചിൻ്റെ പെർഫോമൻസ് മിഡ് റേഞ്ച് പഞ്ച് അത്ര നല്ലതല്ല. ലോ എൻഡ് ലാഗ് ഒഴിവാക്കുന്നുണ്ട്. ഇത് നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ലോ എൻഡ് ലാഗ് കുറവാണെങ്കിലും മിഡ് റേഞ്ച് പഞ്ച് അത്ര നല്ലതല്ല. ടോപ്പ് എൻഡ് ആണെങ്കിലും നല്ല ഒത്തിരി ക്യാബിൻ നോയ്സ് അകത്തേക്ക് കയറി വരും. അതൊക്കെയാണ് ബ്രെസയുടെ കുറച്ച് പോരായ്മകൾ. ഇനി ആകെ കൂടി അപ്കമിങ് ബ്രെസയിൽ പറയാവുന്ന നല്ലൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ പുതിയ DDIS ഡീസൽ എഞ്ചിനാണ്. നമ്മുടെ ഫിയറ്റ് സോഴ്സ്ഡ് 1.3 ലിറ്റർ ഡീസൽ എഞ്ചിൻ അല്ല, പുതിയ 1.5 ലിറ്റർ മാരുതിയുടെ ഡീസൽ എഞ്ചിൻ തന്നെയാണ്. ഇത് കുറച്ച് കാലം മുമ്പ് ഇവർ എർട്ടിഗയിലൊക്കെ ട്രൈ ചെയ്ത് വന്നിരുന്ന ഒരു ഡീസൽ എഞ്ചിനാണ് മാരുതിയുടെ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ. പക്ഷേ BS6 എമിഷൻ നോംസ് സ്ട്രിക്റ്റ് ആയതോടുകൂടി അത് അവർക്ക് നിർത്തേണ്ടി വന്നു. പക്ഷേ ആ ഡീസൽ എഞ്ചിൻ്റെ മുകളിൽ മാരുതി ഇപ്പോഴും വർക്കിങ്ങിലാണ്. സോ പുതിയ ബ്രെസ വരുമ്പോഴേക്കും അതിൻ്റെയും ഒരു നിലനിൽപ്പിന് വേണ്ടി തന്നെ ഡീസൽ എഞ്ചിൻ ബ്രെസയിൽ മാരുതി ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കാം. 95 HP ആണ് അതിന് ഈ BS4 ഉണ്ടായിരുന്ന കരുത്ത്. BS6 ആകുമ്പോഴേക്കും കരുത്തിൽ വലിയ അപ്ഗ്രേഡേഷനൊന്നും വരില്ല. ഇതിൻ്റെ എക്സ്പെക്റ്റഡ് ലോഞ്ച് ഡേറ്റ് എന്ന് പറയുന്നത് 3rd quarter of 2021 ആണ്. അത് പക്ഷേ ഒരു പറഞ്ഞു പരത്തുന്ന ന്യൂസാണ്. എനിക്ക് എത്രത്തോളം അതിൽ സത്യാവസ്ഥ ഉണ്ടെന്ന് അറിയില്ല. പിന്നെ ചിലപ്പോൾ ലോഞ്ച് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവും 2021, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് 2022 ഫസ്റ്റ് ക്വാർട്ടറോട് കൂടിയൊക്കെ തന്നെയായിരിക്കും പുതിയ ബ്രെസയുടെ ഫേസ് ലിഫ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ജനറേഷൻ ഓഫ് മാരുതി സുസുക്കി ബ്രെസ വരുന്നതെന്ന്. ഇനി അടുത്തതായി ഇതിൻ്റെ പ്രൈസിങ്ങിലേക്ക് വരികയാണെങ്കിൽ
ഇപ്പോൾ എക്സിസ്റ്റിംഗ് ബ്രസയുടെ പ്രൈസ് 7.44 ലാക്സോ മറ്റോ ആണ്. സോ ഇനി പുതിയ ബ്രസ വരികയാണെങ്കിൽ തന്നെ മാരുതി അതിൻ്റെ പ്രൈസിങ് കോമ്പറ്റീറ്റീവായിട്ട് വെക്കാൻ തന്നെ ശ്രമിക്കുന്നതായിരിക്കും. സോ പുതിയ ബ്രസയുടെ ഫേസ് ലിഫ്റ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ്റെ എക്സ്പെക്റ്റഡ് പ്രൈസ് എന്ന് പറയുന്നത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസാണ് പറയുന്നത്, അല്ലാതെ വേറെ എക്സ്പെർട്ടഡ് പ്രൈസ് ഒന്നുമല്ല. 7.8 ലാക്സ് ആണ് പുതിയ ബ്രസയ്ക്ക് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ്. 7.8 to 8 ലാക്സ് വരെ അല്ലെങ്കിൽ 8 ലാക്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യാനാണ് സാധ്യത, പക്ഷെ ഉറപ്പൊന്നുമില്ല. പക്ഷെ എന്തായാലും പുതിയ ബ്രസ വരികയാണെങ്കിൽ സെയിൽസിൽ കുറവൊന്നും ഉണ്ടാവില്ല എന്നത് ഉറപ്പാണ്. ഇപ്പോൾ ബ്രസയുടെ തേർഡ് പൊസിഷനിലാണ് ഇപ്പോൾ ബ്രസ SUV സെയിൽസിൽ നിൽക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ഡീഗ്രോത്ത് ബ്രസയ്ക്ക് വന്നിട്ടുണ്ട് സെയിൽസിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെയാണ് മാരുതിക്ക് പുതിയ ഒരു സെക്കൻഡ് ജനറേഷൻ ബ്രസയെ കുറിച്ച് ആലോചിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ അവർ ഈ കറണ്ട് ജനറേഷൻ കൊണ്ട് തന്നെ കുറച്ചും കൂടെ കാലമൊക്കെ തട്ടിമുട്ടിയും പോയേനെ. ബട്ട് ബ്രസയുടെ മാർക്കറ്റ് പ്രസൻസ് അല്ലെങ്കിൽ മാർക്കറ്റ് സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ മാരുതിക്ക് അതുപോലെ തന്നെ ഒരു പുതിയ ജനറേഷൻ ബ്രസ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വന്നിരിക്കുകയാണ്. സോ എന്തായാലും 2021 ഫസ്റ്റോട് കൂടി തന്നെ പുതിയ ബ്രസയുടെ ലോഞ്ച് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ബ്രസയുടെ കൂടെ തന്നെ YTB കോൺസെപ്റ്റ് എന്ന് പറയുന്ന ബലേനോയുടെ പ്ലാറ്റ്ഫോമിൽ ബേസ് ചെയ്തിരിക്കുന്ന ഒരു കോമ്പാക്ട് SUV കൂടി മാരുതി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ അത് ബ്രസേനേക്കാളും ഡൈമെൻഷൻസ് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ചെറുതായിരിക്കും. അതിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഐ ബട്ടനെ ക്ലിക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ചാനൽ വിസിറ്റ് ചെയ്ത് ആ വീഡിയോ കാണാവുന്നതാണ്. ആ വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മളവിടെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുന്ന കോമ്പാക്ട് SUVകൾ, അതായത് ഇപ്പോൾ കറണ്ട് ജനറേഷൻ വിറ്റാര പ്രസയുണ്ട്, അതുപോലെ പുതിയതായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്ന മാഗ്നൈറ്റ് ഉണ്ട്, ഇനി വരാൻ പോകുന്ന കൈഗറുണ്ട്, ഇപ്പോൾ എക്സിസ്റ്റിംഗ് നെക്സോൺ, സോണറ്റ്, വെന്യൂ, XUV 300, ഫോർഡ് ഇക്കോസ്പോർട്ട് തുടങ്ങിയ ഇഷ്ടം പോലെ കോമ്പാക്ട് SUVs ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾ ഇതിലേതെങ്കിലും ഇപ്പോൾ കൺസിഡർ ചെയ്യണോ അതോ പുതിയ ബ്രസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണോ എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ എൻ്റെ ഒരു സജഷൻ ഞാൻ പറയാം. എൻ്റെ സജഷൻ അനുസരിച്ച് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കൈകർ വരുന്നവരെ വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മാഗ്നൈറ്റ്, നെക്സോൺ തുടങ്ങിയ വാഹനങ്ങളിലേക്ക് പോകാം. കാരണം പുതിയ ബ്രസ വന്നാലും അതിൽ ഞാൻ അധികം ഫീച്ചേഴ്സ് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. പിന്നെ ഒരു ഡീസൽ എഞ്ചിൻ വരും എന്ന ഒരു പ്രത്യേകത മാത്രമാണ് പുതിയ ബ്രസയ്ക്കുള്ളത്. നിങ്ങൾക്ക് ഡീസലിൻ്റെ ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് മാഗ്നൈറ്റ് അല്ലെങ്കിൽ കൈകറിലേക്ക് തന്നെ പോകാം. ഓറെൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നെക്സോണും കൺസിഡർ ചെയ്യാം. സോണറ്റ്, വെന്യൂവും അത്ര മോശമായ ഓപ്ഷൻസ് ഒന്നുമല്ല. സോ ഇപ്പോൾ കറണ്ട് ജനറേഷൻ വിറ്റാര ബ്രസ എന്തായാലും നിങ്ങൾ എടുക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ബിക്കോസ് വേറെ ഇഷ്ടം പോലെ കൗണ്ടർ പാർട്സ് ഇതിന് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ നിലനിന്ന് പോകുന്നുണ്ട്. അതിൻ്റെ സ്പേസും കംഫർട്ടും കൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഇന്ത്യൻ മാർക്കറ്റിൽ ബ്രസ പിടിച്ചു നിൽക്കുന്നതെന്ന് പറയുന്നത്. പിന്നെ മാരുതിയോടുള്ള ആൾക്കാരുടെ ഒരു വിശ്വാസം, ഇത്രയും കാര്യങ്ങളുള്ളതുകൊണ്ടാണ് ഈ ജനറേഷൻ ബ്രസ തന്നെ ഇത്രയും കാലം മാരുതി ഓടിച്ചുകൊണ്ട് പോയത്. വേറൊരു കമ്പനി ആയിരുന്നെങ്കിൽ എന്തായാലും ഇതിൻ്റെ ഒരു നെക്സ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഫേസ് ലിഫ്റ്റ് ലോഞ്ച് ചെയ്തേനെ. പിന്നെ ഈ പുതിയ നെക്സ്റ്റ് ജനറേഷൻ ബ്രസയുടെ ലോഞ്ച് വൈകുന്നത് ഈ കോവിഡ് പാൻഡമിക് മൂലമാണ്. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇത് ഇല്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ കാലം മുമ്പ് തന്നെ അല്ലെങ്കിൽ ഈ ഒരു സമയത്തോടു കൂടി പുതിയ ജനറേഷൻ ഓഫ് വിറ്റാര ബ്രസ ലോഞ്ച് ചെയ്തേനെ. എനിവേ, അപ്കമിങ് മാരുതി സുസുക്കി വിറ്റാര ബ്രസ അല്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ ഓഫ് മാരുതി സുസുക്കി വിറ്റാര ബ്രസയെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ അല്ലെങ്കിൽ ഒരു ഷോർട്ട് റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം അപ്ഡേറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് തന്നെ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ വീഡിയോസ്. സോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.